ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 63-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയുകയാണ്: ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതാനുള്ള ഒരു സാഹചര്യം തൻ്റെ മകനായിരിക്കുന്ന അബ്ശലോം ദാവീദിനെ കൊല്ലുവാൻ നടക്കുന്ന സമയത്ത് ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഓടിപ്പോയി അവിടെ ഇരുന്നു കൊണ്ട് എഴുതിയ സങ്കീർത്തനമാണ് 63-ാം സങ്കീർത്തനം. അവിടെ ദാവീദ് ഇങ്ങനെ പറയുകയാണ്: ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. പലപ്പോഴും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം വരണ്ടുണങ്ങിയ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാം. പ്രയാസവേളകൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, കഷ്ടവും സങ്കടങ്ങളൊക്കെയും ഉള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രയാസം കടന്നു വന്നപ്പോൾ താൻ സ്നേഹിച്ച് വളർത്തിയ സ്വന്തം മകൻ പോലും തന്നെ കൊല്ലുവാൻ നടക്കുന്ന ആ സമയത്ത് തൻ്റെ മകനെ പേടിച്ച് യഹൂദ മരുഭൂമിയിൽ ഒളിച്ചു വന്ന് പാർക്കുകയാണ്. ആ അവസരത്തിലും ദാവീദ് പറയുകയാണ്: ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് പ്രയാസങ്ങൾ കടന്നു വരുന്നത്? പക്ഷേ ദാവീദ് അതൊന്നും പറഞ്ഞില്ല. ആ പ്രതികൂല അവസ്ഥയിലും ആ പ്രതിസന്ധിയിലും ദാവീദ് പറയുകയാണ്: ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ അങ്ങയെ അന്വേഷിക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ദാവീദിന് കിട്ടിയില്ല എങ്കിലും, ആ മരുഭൂമിയിൽ കിട്ടിയില്ല എങ്കിലും ദാവീദ് പറയുകയാണ്: ദൈവമേ, വെള്ളമില്ലാത്ത ഉണങ്ങിയ വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൂടി വരുമ്പോൾ, ഒരു വരണ്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നാം തകർന്നു പോകുന്നൊരവസ്ഥയാണ് ജീവിതത്തിലുള്ളത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരണ്ട അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടാതെ കർത്താവിനെ അന്വേഷിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. അങ്ങനെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഈ എളിയവരായ നമ്മൾ ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും തകർന്നു പോകാതെ വണ്ണം ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവം കാണുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെയും എൻ്റെയും പ്രാർത്ഥനകളെ ദൈവം കേട്ട് നാം ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.